ഷൈജു ഷൈജു ഇതെന്താ ആകാശം നോക്കിയാണേ? ഇല്ല, ആകാശം നോക്കിയൊന്നുമല്ല. ഇവിടെ വന്നപ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള നല്ല കാറ്റ്, ശുദ്ധവായു, ഭയങ്കര ഒരു രസകരമായിട്ടുള്ള അന്തരീക്ഷം. അപ്പം കുറച്ച് നേരം നിൽക്കാൻ തോന്നിപ്പോയി. നമ്മൾ കാറ്റ് കൊണ്ട് നിൽക്കാനല്ലല്ലോ വന്നത്, ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത്. അല്ല, കാറ്റ് കൊണ്ട് നിൽക്കാതെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പിന്നെ എൻ്റെ സിനിമ കാണണം. പിന്നെ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് സിനിമ കാണാനും നമ്മുടെ കൊല്ലത്തുള്ള പുതിയ സിനിമാ തിയേറ്ററിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാനും വേണ്ടിയാണല്ലോ നമ്മൾ വന്നത്. ആ പ്രക്രിയ അങ്ങനെയാണെങ്കിൽ ആ പണിയൊക്കെ നടക്കട്ടെ. അതെ, അങ്ങനെയാണെങ്കിൽ കൊല്ലത്തുള്ള ഞങ്ങൾ LSD ഹോം സിനിമാസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു 9.1 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LXD ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് കൊല്ലത്തുള്ള ഞങ്ങൾ പറഞ്ഞ സുജയ് സാറിൻ്റെ 9.1 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. ലോകോത്തര ബ്രാൻഡായ പോൾക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 9.1. ഷൈജു, ബാക്കി കാര്യങ്ങൾ പറ. അതെ, പോൾക്കാണ്. പക്ഷേ പോൾക്കിൽ തന്നെ സെൻട്രൽ സ്പീക്കർ, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സ്, സറൗണ്ട് സ്പീക്കേഴ്സ്, പിന്നെ ഡോൾബി അറ്റ്മോസിന് 2 സ്പീക്കേഴ്സ്, ഇങ്ങനെ 9.1, അതായത് ഒരു സബ് ഓഫർ ഉൾപ്പെടെ 9.1 അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ പാക്കേജ്. ഷൈജു, ഇനി ഞാൻ AVRനെ കുറിച്ച് പറയാം. AVRനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ബ്രാൻഡായിട്ടുള്ള അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും നല്ല ബ്രാൻഡായിട്ടുള്ള മറാൻ സിനിമ 50 എന്ന് പറയുന്ന AVR ആണ് നമ്മൾ ഈ തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം, മറാൻസ് അല്ലാതെ വേറൊരു AVR വേണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും മറാൻസ് തന്നെയാണ് പല തിയേറ്ററുകളിലും. ഇനി നമുക്ക് പറയേണ്ടത് പ്രൊജക്ടറിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും. പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല ബ്രാൻഡുകളിലൊന്നായ എപ്സൻ്റെ 9400 എന്ന 4K പ്രൊജക്ടറാണ്. വിത്ത് 3D ആണ്. നമ്മളിവിടെ പെറ്റ് പാനൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു അക്വസ്റ്റിക് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ലെയർ അക്വസ്റ്റിക് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ തിയേറ്ററിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ സുജയ് സാറിൻ്റെ തന്നെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഒരു പിക്ചർ കാണിച്ചിട്ട് ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നമ്മളത് ഫുൾഫിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് നമുക്ക് കസ്റ്റമറോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു കൺസെപ്റ്റിനനുസരിച്ച് തന്നെയാണോ തിയേറ്റർ വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പെറ്റ് പാനലാണ്. പെറ്റ് പാനൽ ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഗ്രൂവ് കൊടുത്തിട്ട് ഉള്ള ഒരു ഡിസൈൻസാണ് നമ്മളിതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കാർപ്പറ്റാണ്. ഈ കാർപ്പറ്റ് വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രീമിയം ലെവലിലുള്ള ഒരു കാർപ്പറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ തിയേറ്ററിൽ കോമൺ ആയിട്ട് കാണുന്ന രീതിയിലുള്ളൊരു കാർപ്പറ്റല്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എന്നാൽ അതിനടിയിൽ ഫോം ചെയ്തിട്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഒരു സ്മൂത്തായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു കാർപ്പറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷതകളിലൊന്നാണ് ഇതിൻ്റെ കെയർവ്ഡ് സ്ക്രീൻ. ഇത് 120 ഇഞ്ചിൻ്റെ സുവീരിയയുടെ ഒരു കെയർവ്ഡ് ആയിട്ടുള്ള സ്ക്രീനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ തിയേറ്ററുകളിലൊക്കെ ഇരുന്ന് കാണുന്ന ആ ഒരു ഫീല് കിട്ടാനായിട്ട് വളരെ ശരിക്കും ഒരു സിനിമ തിയേറ്ററിൽ കയറുന്ന ഒരു ഫീല് തന്നെ ഈ കെയർവ്ഡ് സ്ക്രീൻ മൂലം നമുക്കുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എവിടെയാണെന്ന് ചോദിച്ചാൽ 3D സിനിമകൾ കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പ്രയോജനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള 3D കിട്ടുവാനായിട്ട് ഏറ്റവും സഹായകരമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള കെയർവ്ഡ് സ്ക്രീൻസാണ്. ഈ തിയേറ്ററിലെ സീറ്റിങ്ങിനെ കുറിച്ചാണ് അടുത്തതായി എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സാണ് നമ്മൾ സുജയ് സാറിന് സമ്മാനിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ തിയേറ്ററിന് ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ സീറ്റുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വളരെ കംഫർട്ടായിട്ട് നമുക്ക് റിമോട്ടിൽ തന്നെ ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ നല്ല ക്വാളിറ്റിയുള്ള എന്നാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സാണ് നമ്മൾ ഈ തിയേറ്ററിൽ ചെയ്തിരിക്കുന്നത്. സാറ് തന്നെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ പറയേണ്ടത്. കാരണം സാറിൻ്റെ ഒരു താല്പര്യപ്രകാരം ഞങ്ങൾക്ക് ഒരു
100% അതോ 101% ഇനി 90% എന്നുള്ളത് സാറ് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഇത് ചെയ്തപ്പോൾ ഒരു ഹോം തിയേറ്ററിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ LXD ഹോം സിനിമാസിൻ്റെ ഡീറ്റെയിൽസ് കാണുകയും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും നിങ്ങൾ ആ തുടക്കം മുതൽ നമുക്ക് അഡ്വൈസ് തന്നതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തത്. നമ്മൾ അത്രയും കൂടുതൽ ബഡ്ജറ്റൊന്നും വെച്ച് ചെയ്യാനുള്ളൊരു പരിപാടി ഇല്ലായിരുന്നു. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു കോട്ട് തരികയും അതിനകത്ത് മാക്സിമം സൗണ്ട് സിസ്റ്റം ഒക്കെ കൊണ്ടുവരികയും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ടർ 9400 ആ പ്രൊജക്ടർ, അതിൽ നിന്നുള്ള വിഷ്വൽ, അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. പ്രൊജക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്സണിൻ്റെ ഏറ്റവും നല്ല പ്രൊജക്ടറാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത്. അതിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ സിനിമ ഒക്കെ കണ്ടു, 2-3 സിനിമകൾ കണ്ടു, അതിനകത്തൊക്കെ ഞാൻ സംതൃപ്തനാണ്. എനിക്ക് തരുന്ന തുടർന്നുള്ള സർവീസുകളുടെ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ബന്ധുക്കൾക്കുമൊക്കെ ഞാൻ LXD ഹോം സിനിമാസ് സജസ്റ്റ് ചെയ്യും. ഇവർ നല്ല രീതിയിൽ നമുക്ക് തിരിച്ചും സർവീസ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഒരു കാരണവശാലും തെറ്റത്തില്ല എന്നുള്ള തീർച്ചയായും അത് നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ റിലേറ്റീവ്സിനും എനിക്കറിയാവുന്ന മറ്റു ആൾക്കാർക്കും ഞാൻ താങ്ക് യു. തീർച്ചയായും നമ്മളൊരു കസ്റ്റമറുടെ വിശ്വാസം എന്നുള്ളത് ഒരു തിയേറ്റർ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കും. പക്ഷേ ആഫ്റ്റർ സർവീസ് ഞങ്ങൾ പല ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നിട്ടും ഞങ്ങൾ കേൾക്കുന്നതാണ്, പലരും തിയേറ്റർ ചെയ്ത് പോയി ഇത് സർവീസ് ഇല്ല എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മളിവിടെ വാക്ക് തരികയാണ്. കാരണം ഈ വീഡിയോ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് സർവീസ് കൊടുത്തില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സർവീസ് കൊടുക്കും. അതിന് നമ്മളെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ വരും, സർവീസ് ചെയ്യും. അതിനൊന്നും നമ്മൾ വരുന്നതിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ചാർജ് ഈടാക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. LXDയെ കൊണ്ടൊരു തിയേറ്റർ ചെയ്യിപ്പിച്ചു എന്നതുകൊണ്ട് സാറിനൊരിക്കലും ഞങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം നമ്മളൊരു തിയേറ്റർ ചെയ്തത് ഒരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാവണമല്ലോ. നാളെ ഒരു എന്തെങ്കിലും ചെറിയ സിസ്റ്റം തകരാറാവുമ്പോൾ നിങ്ങളല്ലാതെ മറ്റാർക്കും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ആരെയും സാറ് വിളിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സുരേഷ്, ഷൈജു, ഈ 2 നമ്പർ മാത്രം സാറ് സേവ് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് സർവീസ് തരണം എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. തീർച്ചയായിട്ടും അത് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആസ് എ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് നിങ്ങളത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ കൊല്ലത്തുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ 9.1 ഹോം തിയേറ്ററിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് കണ്ടു കാണും അല്ലെങ്കിൽ കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിവിടെ വെച്ച് നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ ഗുഡ് ബൈ.